മലപ്പുറം ജില്ലയിലെ 30% മണ്ഡലങ്ങളിൽ UDF മത്സര രംഗത്തില്ല. നിരവധി മണ്ഡലങ്ങളിൽ ലീഗും കോൺഗ്രസും നേർക്കുനേർ മത്സരിക്കുകയാണ്. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി KT സ്വാലിഹ് ചേരുന്നു. സ്വാലിഹ്, കേരളത്തിൽ UDFന് ഏറ്റവും അധികം സീറ്റ് വിഭജനത്തിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തലവേദന സൃഷ്ടിച്ചത് മലപ്പുറമാണ്. പ്രശ്നങ്ങൾ അടിസ്ഥാനപരമായി ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അന്തിമ മത്സര ചിത്രം പൂർത്തിയാകുമ്പോഴും എന്താണ് അവിടെ സംഭവിക്കുന്നത്? അരുൺ, നേരത്തെ 8 പഞ്ചായത്തുകളിലായിരുന്നു സമവായത്തിലെത്താൻ കഴിയാതിരുന്നത്. UDF ഉപസമിതി ഇടപെട്ടിട്ടും ദിവസങ്ങൾ നീണ്ട ചർച്ച നടത്തിയെങ്കിലും 8 പഞ്ചായത്തുകളിലായിരുന്നു പ്രശ്നങ്ങൾ സജീവമായി നിലനിന്നിരുന്നത്. എന്നാൽ ഇന്ന് കണ്ടത് നോമിനേഷൻ കൊടുക്കുന്ന പത്രിക പിൻവലിക്കുന്ന അവസാന സമയം വരെ സമവായ ചർച്ചകൾ തുടർന്നു. ഓരോ പഞ്ചായത്തുകളിലെയും ചില വാർഡുകളുടെ പേരിൽ വ്യാപകമായി കോൺഗ്രസും ലീഗും നേർക്കുനേർ നിൽക്കുന്ന കാഴ്ചയാണ് മലപ്പുറത്ത് ഉണ്ടായത്. 30% മണ്ഡലങ്ങളിൽ, വളരെ കൃത്യമായി 30% മണ്ഡലങ്ങളിലും ലീഗും കോൺഗ്രസും വെവ്വേറെയാണ് മത്സരിക്കുന്നത്. അതിൽ 24 പഞ്ചായത്തുകളാണുള്ളത്. 24 പഞ്ചായത്തുകൾ മുസ്ലിം ലീഗും കോൺഗ്രസും നേർക്കുനേർ മത്സരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിലും ഒരു ബ്ലോക്ക് പഞ്ചായത്തിലും, കാളികാവ് ബ്ലോക്ക് പഞ്ചായത്തിലുമാണ് ലീഗും കോൺഗ്രസും നേർക്കുനേർ ഏറ്റുമുട്ടുന്നത്. പലതരത്തിലുള്ള സമവായ ശ്രമങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു. നേതൃതല ചർച്ചകൾ നടത്തിയിരുന്നു. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ചർച്ചകൾ നടന്നു. ഉപസമിതിയുടെ ഇടപെടലുകൾ ഉണ്ടായി. എന്നാൽ ഇതിലൊന്നും മലപ്പുറത്തെ പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞില്ല. മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ കഴിയാവുന്നത്ര വിട്ടുവീഴ്ചയ്ക്ക് സന്നദ്ധമായിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസ് വഴങ്ങിയില്ല എന്നാണ് മുസ്ലിം ലീഗ് ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ നേർക്കുനേർ മത്സരിക്കുകയാണ്. മുസ്ലിം ലീഗ് ഒരു കാര്യം കൂടി മുന്നോട്ട് വെക്കുന്നുണ്ട്. വാർഡിലും ബ്ലോക്ക് തലത്തിലും ലീഗ് സ്ഥാനാർത്ഥി ഉള്ള സ്ഥലങ്ങളിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന, അതായത് അത് കോൺഗ്രസിന്റെ സീറ്റാണെങ്കിൽ ബ്ലോക്കിലും വാർഡിലും ലീഗ് സ്ഥാനാർത്ഥി പിടിക്കുന്ന അത്രയും വോട്ടുകൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും പിടിച്ചിരിക്കണം. ഇല്ലെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മുസ്ലിം ലീഗ് കൃത്യമായി പരിശോധിക്കും. അതിനെതിരെ കർശനമായി തന്നെ മുന്നോട്ട് പോകുമെന്ന ഒരു ഭീഷണിയും മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്നുണ്ട്. 10 ഡിവിഷനുകളാണ്, 32 ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ 10 എണ്ണത്തിലാണ് ഇപ്പോൾ കോൺഗ്രസിന് നൽകിയിട്ടുള്ളത്. ഈ 10 എണ്ണത്തിലും അതത് മണ്ഡലങ്ങളിൽ ലീഗ് സ്ഥാനാർത്ഥികൾ എത്ര വോട്ട് പിടിക്കുന്നു അത്ര തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും പിടിക്കേണ്ടിയിരിക്കുന്നു. ഇല്ലെങ്കിൽ അത് മുന്നണിയുടെ തുടർന്നുള്ള മുന്നോട്ട് പോക്കിനെ കുറിച്ച് ഗൗരവമായി ലീഗ് ചിന്തിക്കുമെന്നാണ് പറയുന്നത്. മുസ്ലിം ലീഗ് പ്രധാനമായും ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്നത് കോൺഗ്രസിനെ തന്നെയാണ്. ഹൈദരലി തങ്ങളുടെ നിർദ്ദേശമുണ്ടായിരുന്നു, മലപ്പുറത്ത് ഇങ്ങനെ മുസ്ലിം ലീഗിന്റെ ഒരു കടുംപിടുത്തം ഉണ്ടാവരുത് എന്ന് തങ്ങളുടെ നിർദ്ദേശമുണ്ടായിരുന്നു. അതനുസരിച്ച് മുസ്ലിം ലീഗ് പരമാവധി വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. എന്നാൽ കോൺഗ്രസ് വഴങ്ങിയില്ല. അതുപോലെ കാളികാവ് ജില്ലാ പഞ്ചായത്തിലേക്കുള്ള കരുവാരക്കുണ്ട് ഡിവിഷനിൽ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം ജില്ലാ അധ്യക്ഷൻ തന്നെ വിപലായി നേരത്തെ നോമിനേഷൻ നൽകിയിരുന്നു. ഇത് സമവായ ചർച്ചകളും നടന്നു. എന്നാൽ ഇതിൽ പരിഹാരം കാണാതെ കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗവും മുന്നണിയിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മാത്യു സെബാസ്റ്റ്യൻ തന്നെ കരുവാരക്കുണ്ടിൽ മത്സരത്തിന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ MSFന്റെ അഷ്റഫ് അലിയാണ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി. UDFിൽ വലിയ ഭിന്നിപ്പാണ് മലപ്പുറം ജില്ലയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കേരള കോൺഗ്രസ് എമ്മും കേരള കോൺഗ്രസ് ജേക്കബും എല്ലാം സ്വന്തം സ്ഥാനാർത്ഥികളെ അതത് സ്വാധീന മേഖലകളിലെല്ലാം മത്സരിപ്പിക്കുന്നു. 24 പഞ്ചായത്തുകളിൽ മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിൽ നേർക്കുനേർ മത്സരിക്കുന്നു. ഇതിൽ കാളികാവ് മാത്രമാണ് ത്രികോണ മത്സരമുള്ളത്. മറ്റ് മണ്ഡലങ്ങളിലെല്ലാം മുസ്ലിം ലീഗിന്റെ സ്വാധീന മേഖലകളോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സ്വാധീന മേഖലകളോ ആണ്. ഇവിടെയെല്ലാം UDFന് പുറത്തുള്ളവരുമായി പോലും പല സ്ഥലങ്ങളിലും സഖ്യങ്ങൾ ഉണ്ടാക്കുകയും മത്സരം നടത്തുകയുമാണ് ചെയ്യുന്നത്. അരുൺ, മറ്റ് ജില്ലകളിൽ മുന്നണിയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചു എന്ന് അവകാശപ്പെടാനെങ്കിലും ഈ 11-ാം മണിക്കൂർ നിലവിൽ UDFന് കഴിയുന്നുണ്ട്. പക്ഷേ ഇവിടെ അടിസ്ഥാനപരമായ പ്രശ്നം നിലവിൽ അപ്പാടെ അവശേഷിക്കുന്ന ഒന്നാണ്. കാരണം കുഞ്ഞാലിക്കുട്ടി തുറന്നു പറഞ്ഞിരുന്നു പ്രശ്നം അവശേഷിക്കുന്നുണ്ട് എന്ന്. അരുൺ, മുസ്ലിം ലീഗിന്റെ മുഴുവൻ നേതാക്കളും ഇവിടെ പ്രശ്നങ്ങളുണ്ട് എന്ന് നേരത്തെ തന്നെ തുറന്നു പറഞ്ഞിരുന്നു. അതുപോലെ ഉപസമിതിയിലെ അംഗമായിരുന്ന KP അനിൽകുമാറും ഇക്കാര്യം തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ഇത് അവസാന ഘട്ടത്തിലെങ്കിലും പരിഹരിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷ ഇരു മുന്നണിയിലെയും നേതൃത്വങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷെ മലപ്പുറത്തെ പ്രശ്നം നേരത്തെ 100 പഞ്ചായത്തുകൾ ഉണ്ടായിരുന്നതിൽ 92 UDFന് ലഭിച്ച ഒരു സാഹചര്യമാണ് 2010 തെരഞ്ഞെടുപ്പ്. ഇതിൽ 79 പഞ്ചായത്തുകളിലും മുസ്ലിം
ലീഗാണ് പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്നത്. അതുകൊണ്ട് മുസ്ലിം ലീഗുമായി കോൺഗ്രസിന് വലിയ അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. മുസ്ലിം ലീഗിന് ജില്ലയിൽ മുസ്ലിം ലീഗിന്റെ അപ്രമാദിത്വം എന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള UDF-ലെ മറ്റ് ഘടകകക്ഷികളെല്ലാം ആരോപിക്കുന്നത്. എന്നാൽ മുസ്ലിം ലീഗ് ഇത് മലപ്പുറത്തെങ്കിലും മറ്റ് പാർട്ടികൾ കോൺഗ്രസിന് മുസ്ലിം ലീഗിനോട് വിട്ടുവീഴ്ച ചെയ്യണം, മറ്റ് ജില്ലകളിൽ അവരെ അക്കോമഡേറ്റ് ചെയ്യുന്നു എന്ന തരത്തിലാണ് മുസ്ലിം ലീഗ് വാദിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മുസ്ലിം ലീഗ് ജില്ലയിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചക്കും തയ്യാറാവാത്ത ഒരു സാഹചര്യം മലപ്പുറത്ത് തുടക്കം മുതൽ ഉണ്ടായിരുന്നു. ഇത് പരിഹരിക്കാനാവുന്നു. നേരത്തെ 8 പഞ്ചായത്തുകളാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഒരു പഞ്ചായത്തിൽ ഒരു വാർഡിന്റെ എല്ലാം പ്രശ്നത്തിന്റെ പേരിൽ ഇത് സമവായത്തിലെത്താനാകാതെ പഞ്ചായത്ത് മുഴുവൻ വേർപെട്ടു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെയാണ് ഇപ്പോൾ 30% പഞ്ചായത്തുകൾ, അതായത് 24 പഞ്ചായത്തുകളിൽ, ആകെയുള്ള 94 പഞ്ചായത്തുകളിൽ 24ഇടത്തും കോൺഗ്രസും മുസ്ലിം ലീഗും നേർക്കുനേർ മത്സരിക്കുന്ന ഒരു സാഹചര്യം ജില്ലയിൽ ഉണ്ടായത്. അരുൺ, KT സ്വാലിഹാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം ജില്ലയിലെ 30% മണ്ഡലങ്ങളിൽ UDF മത്സര രംഗത്തില്ല. നിരവധി മണ്ഡലങ്ങളിൽ ലീഗും കോൺഗ്രസും നേർക്കുനേർ മത്സരിക്കും.